സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, വിവിധ സാമൂഹ്യ വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങൾക്ക് എല്ലാവിധ സഹായവും നൽകുക. ചാറ്റിങ്, ചീറ്റിങ് ഇപ്പോൾ ഒരു വലിയ വിഷയമാണ്. ചാറ്റ് ചെയ്തതെല്ലാം കുഴപ്പം, ചീറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും സുഖിക്കുക, എന്നിട്ട് പരസ്പരം പാരവയ്ക്കുക, മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, അങ്ങനെ തുടങ്ങിയ ഗൗരവതരമായ വിവിധ വിഷയങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവ്, യുവ നേതാവ് വീണു. അദ്ദേഹം പകുതി വീണു, ഇനി പാതി വെന്തു, പാതി ഭാഗം വേവാതിരിക്കുന്നു. അതിനെപ്പോഴാണ് വേവുക നമുക്കറിയില്ല. ഫുൾ വേവലിലേക്ക് പോകാൻ പറ്റുമോ? കാര്യം കുക്കറിലിട്ടിരിക്കുകയാണ്, പ്രഷർ കുക്കറിലുണ്ട്. അദ്ദേഹം അടൂരിൽ തന്നെ വീട്ടിലുണ്ട്, അദ്ദേഹം പുറത്തിറങ്ങിയിട്ടില്ല, അതുകൊണ്ട് പ്രഷർ കുക്കറിലുണ്ട്. പാതി വേവുകയും ചെയ്തു. ഇനി എത്ര വിസിൽ കേട്ടിട്ടാണ് ഫുൾ വേവുന്നത് നമുക്കറിയില്ല. അതിനിടയിലാണ് ഒരു IPS ഓഫീസറുടെ ചാറ്റിങ് വരുന്നു, മറ്റ് സിനിമാ നടന്മാരുടെ ചാറ്റിങ് വരുന്നു, അശ്ലീല വീഡിയോ വരുന്നു, അശ്ലീല ചാറ്റിങ് വരുന്നു. ഇതൊരു നല്ല രസകരമായ ഒരു വിഷയമായി കേരളത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഉഭയകക്ഷി സമ്മതപ്രകാരമില്ലാതെയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോട്ട് ചെയ്യാതെയും ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ നടക്കുകയാണെങ്കിൽ അതൊരു വളരെ ഗൗരവതരമായ വിഷയമാണ്. അതേസമയം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേശ്ശെ അടുപ്പവും സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് ഹായ് ഹി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് ചീറ്റിങ്ങായി മാറുന്നത് എങ്ങനെയാണെന്നുള്ളതും വളരെ ഗൗരവമായ ഒരു ചോദ്യമാണ്. എന്തായാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. നമ്മുടെ ഓരോ വാക്കും, അല്ലെങ്കിൽ നമ്മളിടുന്നൊരു മോജി, ഒരു സിമ്പൽ, അല്ലെങ്കിൽ നമ്മളിടുന്ന എഴുത്ത്, ഇതെല്ലാം പ്രശ്നമാണ്. അപ്പുറത്തിരിക്കുന്ന ആൾ ഇതെങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല. അവർ ചിലപ്പോൾ നമ്മോട് ശത്രുതയുണ്ടെങ്കിൽ അവരത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അവസരത്തിൽ അവരത് ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ എല്ലാവരും പെടും. അതുകൊണ്ട് തന്നെ രാത്രിയിൽ രാത്രിയിലല്ല പകലായാലും ചാറ്റ് ചെയ്യുന്നവർ ചീറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പരസ്പരം സമ്മതവും സ്നേഹവും സൗഹൃദവുമൊക്കെ വലിയ രൂപത്തിൽ വരുന്ന കാലമാണ്. സ്ത്രീ പുരുഷ സൗഹൃദം വലിയ വലിയ മാനങ്ങളിലേക്ക് പോകുന്ന കാലമാണ്. കുട്ടികളും മുതിർന്നവരും തമ്മിലുള്ള ബന്ധം പോകുന്നുണ്ട്. ടീച്ചർമാർ കുട്ടികളുമായിട്ടുള്ള നല്ല ബന്ധവുമുണ്ട്, അവിഹിത ബന്ധവുമുണ്ട്. വളരെ വലിയ വേറൊരു ലോകത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അതിന് പ്രായമില്ല, വർഗമില്ല, വർണ്ണമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. നമ്മുടെ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ ഏത് പെൺകുട്ടിക്കും എൻ്റെ അടുത്ത് വരാം, എന്നോട് എന്തും പറയാം, ഞാനൊന്നും പറയൂല. രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അടുത്ത് പോയതുപോലെയല്ല. പക്ഷേ എനിക്ക് വാട്സപ്പ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ചാറ്റ് ചെയ്യുന്നില്ല. വാട്സപ്പ് ഉണ്ട്, പക്ഷേ അതിൽ ചാറ്റിംഗ് സൗകര്യം ചാറ്റിംഗ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആരും എന്നെ ചാറ്റിംഗ് ചെയ്യുന്നില്ല. എന്നെ ആർക്കും ചീറ്റ് ചെയ്യാനും പറ്റത്തില്ല. അതേസമയം ആർക്കും എൻ്റെ അടുത്ത് വരാം, എന്തും സംസാരിക്കാം, ഞാനും ഇത് പറയാം. എന്തായാലും രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അടുത്ത് പോയതുപോലെ, രാഹുൽ മാങ്കുട്ടത്തിനെയും വേടനെയും ആരാധിക്കുന്ന പോലെ വെള്ളാപ്പള്ളി നടേശന് പെൺകുട്ടികളുടെ ചെറുപ്പക്കാരികളുടെ ആരാധന കിട്ടുമോ എന്ന്, പ്രത്യേകിച്ച് 2Kയുടെയൊക്കെ കിഡ്സിൻ്റെയൊക്കെ ആരാധന കിട്ടുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും വെള്ളാപ്പള്ളിയും രംഗത്ത് വന്നിട്ടുണ്ട്. ചാറ്റിങ്ങും ചീറ്റിങ്ങും എല്ലാം വളരെ ഗൗരവമായ വിഷയങ്ങളാകുമ്പോൾ വെള്ളാപ്പള്ളി നടേശനും പറയുന്നു, എൻ്റെ അടുത്ത് ആർക്ക് വേണോ വരാം, ഏത് പ്രായത്തിലുള്ള ഏത് പെൺകുട്ടിക്കും എപ്പോൾ വേണം വരാം, ഒരു അപ്പൂപ്പനെ പോലെ എന്നോട് എന്ത് വേണോ പറയാം. പക്ഷേ വെള്ളാപ്പള്ളി പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതിനകത്ത്. വെള്ളാപ്പള്ളിക്കല്ല, മറ്റ് സമൂഹത്തിൽ പല അപ്പൂപ്പന്മാരടുത്തും പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് കൊച്ചുമക്കളുടെ കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. 75കാരൻ 15കാരിയെ, അല്ലെങ്കിൽ 80കാരൻ 12കാരിയെ ഒക്കെ പീഡിപ്പിക്കുന്ന പുതിയ യുഗത്തിലാണ്. അപ്പോൾ നമുക്ക് ചാറ്റിങ്ങും വേണം, ചീറ്റിംഗ് വേണ്ട.